ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ മോംസിന് വേണ്ടിയിട്ടാട്ടാ. അവരുടെ ആ ഒരു മിൽക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി. ഇത് പിന്നെ കഞ്ഞിയായിട്ട് മാത്രമല്ല, ഇതിന് വേറൊരു പ്ലാൻ ബി കൂടി ഉണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിനൊരു ജീരകശാലൻ്റെ അരിയില്ലേ, ആ അരി എടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറുപയറും പിന്നെ ഉലുവയും വരട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. അരി എന്തോരം എടുക്കണോ അതിൻ്റെ നേർപകുതി വേനട്ടെ ചെറുപയർ എടുക്കാനായിട്ട്. പിന്നെ ഉലുവൻ്റെ ടേസ്റ്റ് നമുക്ക് എന്തോരം ഇഷ്ടമാണോ അതനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് ഒരു 5-6 മണിക്കൂർ ഒന്ന് സോക്കാൻ ഇടണം. ഇനി 5-6 മണിക്കൂർ ഇല്ലാത്തവരാണെങ്കിലോ കുക്കറിൽ ഒരു 5-6 വിസിൽ വരട്ടെ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളുടെ പൊടിയും ചെറിയ ജീരകവും പിന്നെ നമ്മുടെ ഈ ഒരു അരിയും പയറൊക്കെ വേവാനുള്ള ആ ഒരു വെള്ളം അതുകൊണ്ട് ചേർത്തിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. നമ്മളുടെ ഈ കഞ്ഞി ഉണ്ടല്ലോ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടാ. രാത്രി നല്ല ലൈറ്റ് ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കുടിക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ്. ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കിയാൽ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ 4 പേരും രാത്രി ഈ ഒരു കഞ്ഞിയായിട്ടാണ് കുടിക്കില്ലേ. ഇനി അതിന് സ്പെഷ്യലായിട്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ബൈ നമ്മളുടെ ആ ഒരു അരിയും പയറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതിട്ടാ. തിളച്ച് പോകേണ്ട, പാല് പിരിഞ്ഞു. പിന്നെ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഇനി ഞാൻ നേരത്തെ ഒരു പ്ലാൻ ബീൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതെന്താന്ന് വെച്ചാലേ ഈ കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവർക്കും ഒരേപോലെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള ടീംസിനൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ടിട്ട് നമ്മളുടെ പായസം പോലെ അങ്ങനെ കുടിച്ചു നോക്ക്. എന്നാലും സാരം സൂപ്പറാണ്. പിന്നെ ഈ മധുരം വേണ്ടാന്നുള്ളൊരു കഞ്ഞിയായിട്ടും മധുരം ഇഷ്ടമുള്ളൊരു പായസമായിട്ടും കുടിച്ചോ. പ്ലാൻ ബി.